തിരഞ്ഞെടുപ്പിന് അംഗം കുറിക്കാൻ ദിവസങ്ങൾ മാത്രമാണ് ബാക്കി. അപ്പോഴാണ് കോൺഗ്രസ് ഒരു വലിയ പ്രതിസന്ധി നേരിട്ടത്. കോൺഗ്രസിലെ നേതാക്കളെല്ലാം BJP-യിലേക്ക് ചേക്കേറുന്നു. എന്താവും കാരണം? BJP നൽകുന്ന വാഗ്ദാനങ്ങളാണെന്നാണ് കോൺഗ്രസ് പറയുന്നത്. എന്തായാലും കോൺഗ്രസ് ഇപ്പോൾ വലിയ പ്രതിസന്ധിയാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി ആരൊക്കെ കൂടെ നിൽക്കുന്നവർ BJP-യിലേക്ക് ചേക്കേറുമെന്ന് ആർക്കും അറിയാൻ സാധിക്കില്ല. അവസ്ഥ ഇപ്പോൾ അങ്ങനെയാണ്. ഒന്ന് വിരഞ്ഞൊടിച്ചാൽ കോൺഗ്രസുകാരെല്ലാം BJP-യിലെത്തുമെന്ന് കഴിഞ്ഞ ദിവസം ശ്രീധരൻപിള്ള തന്നെ വ്യക്തമാക്കിയിട്ടുമുണ്ട്. എന്നാൽ ടോം വടക്കന്റെ വരവ് തീരുമാനിച്ചത് അഖിലേന്ത്യാ കമ്മിറ്റി എന്നാണ് ശ്രീധരൻപിള്ള പറയുന്നത്. ഇക്കാര്യം തന്നോട് പറഞ്ഞിരുന്നുവെന്നും ശ്രീധരൻപിള്ള വ്യക്തമാക്കുന്നുണ്ട്. കൂടുതൽ ആളുകൾ ഇപ്പോൾ തന്നെ BJP-യിലേക്ക് വന്നിട്ടുണ്ട്. KPCC എക്സിക്യൂട്ടീവിൽപ്പെട്ട 3 പേർ വന്നിട്ടുണ്ട്. ആരൊക്കെയാണ് ഇനി വരുന്നതെന്ന കാര്യം മാധ്യമങ്ങളോട് എന്തായാലും പറയാൻ സാധിക്കില്ല. വിരഞ്ഞൊടിച്ചാൽ വരാൻ ധാരാളം നേതാക്കൾ കോൺഗ്രസിലുണ്ട്. അവരെക്കുറിച്ച് പറയാൻ പറ്റില്ലെന്നും ശ്രീധരൻപിള്ള പറയുന്നു. തൃശൂരിലെ ടോം വടക്കൻ മത്സരിക്കുന്നത് സംബന്ധിച്ച തീരുമാനങ്ങളൊന്നും ഉണ്ടായിട്ടില്ലെന്നും അത്തരം നീക്കങ്ങളൊന്നും ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലെന്നും ശ്രീധരൻപിള്ള പറയുന്നു. കേരളത്തിൽ BJP-ക്ക് അനുകൂലമായ സാഹചര്യമുണ്ട്. ടോം വടക്കൻ വരുന്നത് കൊണ്ടോ വരാതിരിക്കുന്നത് കൊണ്ടോ അതിൽ മാറ്റമൊന്നും ഉണ്ടാകില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു. പത്തനംതിട്ട സീറ്റുമായി ബന്ധപ്പെട്ട് BJP-യിൽ യാതൊരു തർക്കവുമില്ല. അങ്ങനെ പ്രചരിക്കുന്ന വാർത്തകളൊന്നും യാതൊരു അടിസ്ഥാനവുമില്ലെന്നും ചോദ്യങ്ങൾക്ക് മറുപടിയായി ശ്രീധരൻപിള്ള പറയുന്നു. സത്യത്തെ തലകീഴുമായി മറിച്ച് തമസ്കരിക്കുന്ന വാർത്തകളാണ് അതൊക്കെയെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു. BJP-യിൽ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് ഒരു തർക്കവും നിലനിൽക്കുന്നില്ല. സ്ഥാനാർത്ഥികളെ പറ്റി തീരുമാനങ്ങൾ എടുത്തു കഴിഞ്ഞുവെന്നും അദ്ദേഹം വ്യക്തമാക്കി. CK പത്മനാഭൻ, O രാജഗോപാൽ, PK കൃഷ്ണദാസ് തുടങ്ങിയ നേതാക്കൾ എല്ലാ ലോക്സഭാ മണ്ഡലങ്ങളിൽ സഞ്ചരിച്ച് മണ്ഡലം തലത്തിൽ വരെ ഉള്ള നേതാക്കളുമായും സംസാരിച്ച് പ്രവർത്തകരുടെ അഭിപ്രായങ്ങൾ സ്വരൂപിച്ചിട്ടുണ്ട്. ഓരോ മണ്ഡലത്തിലും അതനുസരിച്ച് ഒന്നാമതാരാണ്, രണ്ടാമതാരാണ്, മൂന്നാമതാരാണ് എന്നിങ്ങനെ ലിസ്റ്റുകൾ തയ്യാറാക്കിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. J. സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ മത്സരിക്കുന്നതുമായി ബന്ധപ്പെട്ട് പാർട്ടി അതിൻ്റെതായ തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ടെന്നും ശ്രീധരൻപിള്ള വ്യക്തമാക്കി. എന്താണ് കോൺഗ്രസിലെ നേതാക്കൾക്ക് BJP-യിലേക്ക് ചേക്കേറാനുള്ള ഈ രഹസ്യതന്ത്രം? എന്തിനാകും തിരഞ്ഞെടുപ്പ് അടുത്തു നിൽക്കുമ്പോൾ കോൺഗ്രസ് നേതാക്കൾ കോൺഗ്രസിനെ തന്നെ പ്രതിസന്ധിയിലാക്കിക്കൊണ്ട് BJP-യിലേക്കുള്ള ഈ കടന്നുവരവ് നടത്തുന്നത്? എന്തായാലും അതൊക്കെ കേരള രാഷ്ട്രീയം വലിയ രീതിയിൽ തന്നെയാണ് ചർച്ച ചെയ്യുന്നത്. ഇനി വരുന്ന മണിക്കൂറിൽ ആരൊക്കെ കോൺഗ്രസിൽ നിന്ന് ചാടി BJP-യിലേക്ക് എത്തും, അത് കണ്ടു തന്നെ അറിയണം. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.